യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ സോഫ്റ്റ് വട്ടയപ്പമാണ്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം ഇവിടെ ഞാൻ എടുക്കുന്നത് പച്ചരിയാണ്. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. അതിൻ്റെ ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ അതിനായിട്ട് ഇവിടെ എടുക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ട് ആദ്യം തന്നെ ഒന്ന് കഴുകി വെള്ളത്തിനകത്ത് ഒരു 6 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ആയിട്ടുണ്ട്, കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത് ഈ 1 കപ്പിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ കപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ. പിന്നെ 1 കപ്പ് ചോറ് വേണം. പിന്നെ നമ്മളിതിനകത്ത് കപ്പിയൊന്നും കാച്ചുന്നില്ല, ചോറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 കപ്പ് പഞ്ചസാര. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റ് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നേരത്തെ ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത് കലക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനതിനകത്ത് ഡയറക്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏലക്ക ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണം. ജീരകം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ജീരകം ചേർക്കാം. പിന്നെ ഉപ്പ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേ ചെയ്ത് അരച്ചെടുക്കാമേ. എല്ലാം കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കാം. അങ്ങനെ കുറച്ചരി, അല്പം ചോറ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ പ്രത്യേകിച്ച് നോക്കി ഞാനിവിടെ ആദ്യത്തെ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ്. ഒത്തിരി വെള്ളം അല്പം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുത്ത് കൂട്ടാം. പക്ഷേ ബാക്കി വന്ന അരി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ, കുറച്ച് പഞ്ചസാര, ജീരകവും ഏലക്കയും കൂടെ നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ബാക്കി തേങ്ങ, പഞ്ചസാര. ഇതിൻ്റെ കൂടെ നമുക്ക് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഞാൻ ഈ ഒരു അടപ്പിന് ഈ അടപ്പ് നിറച്ചിടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടാൻ പൊട്ടിച്ചാൽ മതി. നമ്മുടെ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചെടുക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത്രയ്ക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു 6 മണിക്കൂറെങ്കിലും നല്ലതായിട്ട് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് എന്ന് പറഞ്ഞത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. 4 മണിക്കൂർ കൊണ്ടിത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്ര വലിയൊരു പാത്രമാണ്. നമുക്കിതിലേക്ക് നല്ലതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ആണെങ്കിലും ഇഡലി പാത്രമാണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇഡലി പാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ തിളച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാത്രം വെച്ച് മാവ് ഇട്ട് കൊടുക്കാം.
മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കണം. ബാക്കി ഇത് പൊങ്ങി വരുമ്പോൾ നല്ല ലെവലായിട്ട് കിട്ടും. അപ്പോൾ മാവ് മുഴുവനോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇനി ഞാനിത് നല്ലതായിട്ട് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് തീ കൂട്ടി കൊടുക്കും. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയപ്പം ഞാൻ ഈ കിസ്മിസൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സോഫ്റ്റ് ഇത്ര വലുപ്പമായതുകൊണ്ടാണ് ഇത് പൊടിയുന്നത് കേട്ടോ. ഇത്ര വലിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.